ஷேர் பண்ணுவோம். ഞാൻ നീ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണ്. 2 ദിവസത്തിൽ ഞാൻ ഈദുവിനെ വിളിക്കുന്നുണ്ട്. ഈദുവിൻ്റെ ട്രാക്ക് കൊണ്ടിരിക്കുക. ഇല്ലേ വേടൻ ഇവിടെ ഉണ്ട്, വേടൻ അവിടെ ഉണ്ട്. പിന്നെ വേടൻ ആക്ച്വലി എനിക്ക് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എപ്പോഴും പറയാറുണ്ട് ട്രേസി ചാപ്പൻ. നമ്മുടെ അതാണ് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ ബാലഭാസ്കർ ജാസി ജിറ്റർ എൻ്റെ സീനിയറായിട്ട് പഠിക്കുന്ന സമയത്ത് ആ ഇൻസ്പിറേഷൻ. അപ്പോൾ ആ സമയത്ത് ഞാൻ 3 വയസ്സ് തൊട്ട് പാട്ട് പഠിക്കുന്ന ആളാണ്. ഈ മ്യൂസിക് കൊണ്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കാൻ പറ്റുമോ, മീൻസ് എന്തെങ്കിലും സമൂഹത്തിൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായത് 20-ാം വയസ്സിലാണ്. അതുവരെ പാടുന്നത് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യിക്കാനായിരുന്നു. ഓ നിഷാൻ ഭയങ്കര പാട്ട് പാടും അങ്ങനെ. അപ്പോൾ അത് തിരുത്തി ഒരാളുടെ മനസ്സിൽ തട്ടുക, ഒരാളുടെ ഫീലിങ്സ് എടുക്കുക. എൻ്റെ പാട്ടിൽ ഫീലിങ്സ് ഉണ്ടോ? അല്ലാതെ ഒന്നും നീതുമെങ്കിലും തലയായിട്ടും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നമ്മൾ ട്രെയിൻ ചെയ്യും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ അപ്പോഴും മനസ്സിലാലോചിക്കുന്ന നമ്മളൊരു ബീങ് ആൻ ആർട്ടിസ്റ്റ്, ഒരു സമൂഹത്തിൽ ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയാണ് നിലകൊള്ളേണ്ടത്, അതിനെങ്ങനെ പാകപ്പെടണം, അതൊന്നും ആരും പറഞ്ഞു തന്നിട്ടുമില്ല, അതിനെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്തിട്ടില്ല. ബിക്കോസ്